ഇപ്പോൾ ഇവിടെ വൈബ്രേഷൻ ഉണ്ടാവും, മൈന്യൂട്ട് വൈബ്രേഷൻ വരെ നമുക്കിവിടെ സെൻസ് ചെയ്യുമ്പോൾ ഇവിടെ അലേർട്ട് വരും, അല്ലെങ്കിൽ അലാറം അടിക്കാറുണ്ട്. ഇന്ന് ഒരു മനുഷ്യൻ ഉരുൾപൊട്ടലിലൂടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കുന്നത് ഏകദേശം 10 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ, 1 കിലോമീറ്ററോളം വരുന്ന റേഡിയസിലെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അതിനുവേണ്ടി 25 ലക്ഷം രൂപ നമുക്ക് ചിലവഴിക്കാമല്ലോ. വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് ഒരു ലാൻഡ് സ്ലൈഡ് പ്രിവെൻഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ടാക്കാമെന്നാണ് കുന്നംകുളം ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമും ആൻജോയും ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്താണ് ഈ ഒരു സിസ്റ്റം? ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിനേക്കാൾ മുൻപ് തന്നെ പ്രകൃതിയിലും മണ്ണിലൊക്കെ ഒരുപാട് പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിലൊരു പ്രതിഭാസമാണ് നമ്മുടെ ഈ റോക്കാവട്ടെ, മറ്റേ ഡിബ്രി സോയിലാവട്ടെ, അവരിലെല്ലാം മഴയുടെ അളവ് കൂടിയിട്ട് അവരെല്ലാവരും മാറിപ്പോകുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ എത്രയോ മുമ്പ് തന്നെ പിടിച്ചെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസറാണ് സീസ്മിക് സെൻസർ. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ മണ്ണടിയിലുണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ ഈ സെൻസർ മനസ്സിലാക്കും. അങ്ങനെ സീസ്മിക് സെൻസർ മുതൽ സോയിൽ ഹ്യൂമിഡിറ്റി സെൻസർ വരെ 7ഓളം സെൻസേഴ്സും ഡിവൈസസും ആണ്. അതിൻ്റെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് കാണുന്നത്. ഇവിടെ നമുക്ക് കാണുന്നത് 3 സോയിൽ ഹ്യൂമിഡിറ്റി സെൻസേഴ്സ് ആണ്. ഇത് ലോ, മീഡിയം, ഹൈ എന്നിവ സെൻസ് ചെയ്യുന്ന സോയിൽ ഹ്യൂമിഡിറ്റി സെൻസേഴ്സ് ആണ്. പിന്നീട് ഇതാണ് സീസ്മിക് സെൻസറിൻ്റെ ഒരു മിനി മോഡലാണ്. ഇപ്പോൾ ഇവിടെ വൈബ്രേഷൻ ഉണ്ടാവും, മൈന്യൂട്ട് വൈബ്രേഷൻ വരെ നമുക്കിവിടെ സെൻസ് ചെയ്യുമ്പോൾ ഇവിടെ അലേർട്ട് വരും, അല്ലെങ്കിൽ അലാറം അടിക്കാറുണ്ട്. ഈ സിസ്റ്റം ഉണ്ടാകാൻ ഏകദേശം 25 ലക്ഷം രൂപയോളം വരും. പക്ഷേ 1.5 കിലോമീറ്റർ റേഡിയസത്തെ ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ ഒരേ സമയം തന്നെ കോളുകൾ പോവുകയാണ് ഈ സിസ്റ്റത്തിന്. അപ്പോൾ ഇന്ന് ഒരു മനുഷ്യൻ ഉരുൾപൊട്ടലിലൂടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കുന്നത് ഏകദേശം 10 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ, 1 കിലോമീറ്ററോളം വരുന്ന റേഡിയസിലെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അതിനുവേണ്ടി 25 ലക്ഷം രൂപ നമുക്ക് ചിലവഴിക്കാമല്ലോ. ആ ഒരു മോട്ടീവിൽ നിന്നാണ് ഈ ഒരു സിസ്റ്റം ഉരുത്തിരിയുന്നത്.